Hello guys, welcome back to my new video for all you guys. നമ്മൾ ഇന്ന് ഇൻഡോർ ഒക്കെ വിട്ട് കുറച്ച് ഔട്ട്ഡോർ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല നോയ്സൊക്കെ ഉണ്ട്. എല്ലാവരോടും ആദ്യം തന്നെ അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഔട്ട്ഡോർ പിടിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കാറായിട്ടുള്ള ആൾട്ടോയിൽ നമ്മളൊരു ചെറിയ എക്സ്ട്രാ ഫിറ്റിംഗ്, മോഡിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു എക്സ്ട്രാ ഫിറ്റിംഗ്. വേറൊന്നുമില്ല, നമ്മളെ ബ്രേക്ക് ലൈറ്റ്, പാർക്കിംഗ് ബ്ലിങ്കിങ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു 70 rupees കോസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. ചിലവർക്കൊക്കെ അറിയാം, വളരെ എളുപ്പമാണെങ്കിലും അറിഞ്ഞില്ലാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നേരെ നമ്മളെ വീഡിയോയിലെത്തും. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റാണ്, ഇതാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിക്കി തുറക്കുക, എന്നിട്ടൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ, ഇവിടെ 2 സ്ക്രൂ ആണ്, അതൊക്കെ ഒന്ന് പയ്യെ ഇങ്ങനെ ഊരി കൊടുക്കണേ. ഇതാ ഊരി വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ വിളിക്കാറ്. ഓക്കെ, അപ്പം എന്താ ഊരി വന്നിട്ടുണ്ട്. നല്ല പൊടിയും അഴുക്കുമാണ്, ഫുള്ള് മണ്ണൊക്കെയാണ്. ഇതൊക്കെ ആര് നോക്കാൻ. ഇതാണ് ഇവിടുത്തെ ലൈറ്റാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ പയ്യെ ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് കറക്കി ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ ലൈറ്റിങ് ഊരി വരും. എന്നിട്ട് അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ബൾബ് നമ്മൾ സാധാരണ ഹോൾഡറിലേക്ക് ബൾബ് ഊരുന്നതാക്കി ഊരിങ്ങ് എടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ ചുമ്മാണ് ഗൈസ്. അപ്പം ഇത് മിക്ക ഷോപ്പിലും കിട്ടണതാണ്. ബ്ലിങ്ക് ചെയ്യണ ബ്രേക്ക് ലൈറ്റ് എന്നാ പാർക്ക് ലൈറ്റ് എന്നൊക്കെ ചോദിച്ചാൽ കിട്ടണ ഒരു സാധനമാണ്. ഇതൊരു 70 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പം ഇതെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക, എടുത്തണാക്കി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് തിരിച്ച് കറക്കി കയറ്റി വയ്ക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ ഇത് അടയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് വെച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലെ ലൈറ്റും കൂടെ വെക്കുന്നത് നിങ്ങളൊരു ടൈം ലാപ്സായി കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ് ഇതാണ് ബൾബ് ഇട്ടതിന് ശേഷമുള്ള കാഴ്ച. ഇതാ നല്ല കിടിലായിട്ട് ബ്ലിങ്കി കത്തുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ കൂടെ സപ്പോർട്ടിനെല്ലാം ഉള്ളത് എൻ്റെ സ്വന്തം അനിയനാണ്. എൻ്റെ ഇൻസ്റ്റയുടെ ID ഞാൻ താഴെ കൊടുത്തിരിക്കുകയും എൻ്റെ ഇൻസ്റ്റയുടെ IDയും താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.